ഹലോ എവ്രി വൺ, കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കവർ ചെയ്തു. ഈ ഒരു സെഷനിൽ നമുക്കൊരു പുതിയ ടോപ്പിക് നോക്കാം. കോൺക്രീറ്റ്. We know that fresh concrete or a plastic concrete is a freshly mixed material which can be molded into any shape. The relative quantities of cement, aggregate and the water mixed together control the properties of concrete in the wet state as well as in the hardened state. Concrete എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a very important construction material. ഏതൊരു കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാലും കോൺക്രീറ്റിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. No construction can be done without concrete. Even though many alternatives are found out, concrete has got very much importance in the construction field. So let us know which code we are referring to get more details while preparing a concrete. It is IS 456-2000. Code Indian Standard Code 456-2000 ആണ് recently our new edition to know more about concrete, the specifications and all ingredients, their properties all are taken from IS 456-2000. Concrete manufacture ചെയ്യുമ്പോൾ the main ingredients are cement, aggregate and water. ഇതിനോടൊപ്പം തന്നെ നമ്മൾ admixtures such as accelerators, retarders, plasticizers ഒക്കെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. Cement means it's an important ingredient in concrete because it imparts plasticity. It imparts the binding nature to the concrete. Aggregatesനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റ്സും. ഫൈൻ അഗ്രിഗേറ്റ്സ് റിവർ സാൻഡ് ആണ് നമ്മൾ മോസ്റ്റ്ലി ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. റിവർ സാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിലീഷ്യസ് മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ വാട്ടർ. കോമൺലി നമ്മൾ പറയുകയാണെങ്കിൽ the water which is good for drinking is to be taken for preparation of concrete. ഏതൊരു വെള്ളമാണോ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ആ വെള്ളം തന്നെ ആയിരിക്കണം കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും ഉപയോഗിക്കേണ്ടത് എന്നാണ് ആസ് പെർ IS കോഡ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. So the water which having a pH less than 6 is not adapted for preparation or for mixing of concrete. Now let us see the grades of concrete. Concrete മൂന്ന് തരത്തിൽ it is grouped. That is ordinary concrete, standard concrete, high strength concrete. ഓരോ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഏതൊരു ഗ്രൂപ്പാണോ ചൂസ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുക. Ordinary concrete is mostly adopted for all the constructions, small houses, അങ്ങനെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസ്, ബിൽഡിങ്സ്, ഓഫീസസ്, അങ്ങനെയുള്ള ചെറിയ ബിൽഡിങ്സ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഓർഡിനറി കോൺക്രീറ്റ് ആയിരിക്കും. ഇറ്റ് ഹാസ് ഹാവിങ് 3 grades, M10, M15, M20. ഹയർ ഗ്രേഡ്സിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഹയർ ഗ്രേഡ് കോൺക്രീറ്റ് നമ്മൾ പ്രിഫർ ചെയ്യും. സപ്പോസ് സൾഫേറ്റ് ടാക്സ് അതുപോലെ സോൾട്ടിൻ്റെ അറ്റാക്ക് ഒക്കെ കൂടുതലുള്ള വരുന്ന ഏരിയാസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് കൂടുതൽ വരുന്നുള്ള ഏരിയാസിലൊക്കെ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഹൈ ഗ്രേഡ് കോൺക്രീറ്റ്സ് പ്രിഫർ ചെയ്യും. എപ്പോഴും ഗ്രേഡ്സിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് can be determined. അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓരോ ഗ്രേഡ്സും അത് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. The grade or the compressive strength of concrete is taken after a test on 150 mm³ at 28 days of curing. 28 ദിവസം ക്യൂറിങ്ങിന് ശേഷം കംപ്രസീവ് സ്ട്രെങ്ത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണെന്ന് നമ്മളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സപ്പോസ് ഒരു M10 കോൺക്രീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ദ കംപ്രസീവ് സ്ട്രെങ്ത് വിൽ ബി 10 Newton/mm². ദ യൂണിറ്റ് ഷുഡ് ബി നോട്ടഡ്. എപ്പോഴും കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക Newton/mm²ലായിരിക്കാം. PSC Newton/mm² എന്നുള്ളത് മറ്റു യൂണിറ്റിലേക്ക് മാറ്റിയും ഓപ്ഷൻസ് തരാൻ ചാൻസ് ഉണ്ട്. സോ ഈക്വൽ ടു Newton/mm² നമുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ we could definitely choose that option.
പക്ഷേ യൂണിറ്റ് ഇല്ലാതെ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് ഇല്ലാതെ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും ഓപ്റ്റ് ചെയ്യാൻ പാടില്ല. സോ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസോ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻസ് ഒക്കെ നടക്കാൻ ചാൻസ് ഉള്ള ഏരിയാസിലായിരിക്കും നമ്മൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. Next one, water cement ratio. While mixing a concrete, the water cement ratio has great importance because the strength of concrete primarily depends upon strength of cement paste. Abraham's water cement ratio law states that the strength of concrete is only dependent upon water cement ratio provided the mix is workable. So for the proper workability, the water cement ratio should varies from 0.4 to 0.6. പക്ഷേ മാക്സിമം സ്ട്രെങ്ത് നമുക്ക് എപ്പോഴും കിട്ടുന്നത് when the water cement ratio is only about 0.4. And for complete hydration of cement, water under controlled conditions, the water requirements is about 38%. Now let us see what is workability. പറയല്ലേ വർക്കബിലിറ്റി എന്താണെന്ന് കേൾക്കുന്നു. സോ വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഈസിനെസ് ഓഫ് കോൺക്രീറ്റ് ടു മിക്സ്, ടു പ്ലേസ്, ടു കൺസോളിഡേറ്റ് ആൻഡ് ഫിനിഷ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രത്തോളം ഈസി ആയിട്ട് നമുക്കതിനെ പ്ലേസ് ചെയ്യാം, കൺസോളിഡേറ്റ് ചെയ്യാം, ഒപ്പം തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാം, നമുക്കതിനെ കോമ്പാക്ട് ചെയ്യാം, ഫിനിഷ് ചെയ്യാം, ദ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്രത്തോളം ഈസി ആയിട്ട് നമുക്കതിനെ കൊണ്ടുപോവാം എന്നുള്ളതിനെയാണ് വർക്കബിലിറ്റി എന്ന് പറയാം. So, the concrete should be a homogeneous material. കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഹാർഷ് കോൺക്രീറ്റ്, മീഡിയം വർക്കബിൾ കോൺക്രീറ്റ്, ഹൈലി വർക്കബിൾ കോൺക്രീറ്റ്. ഹാർഷ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺവർക്കബിൾ. വളരെയധികം റഫായിട്ട് വാട്ടർ തീരെ ഇല്ലാതെ ഒരു മിക്സ്ചർ മാത്രമായി കാണുന്ന തരം കോൺക്രീറ്റ്സ് ആണ് ഹാർഷ് കോൺക്രീറ്റ്. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ എനി ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. അതിൻ്റെ വർക്കബിലിറ്റി വളരെ ബിലോ ആയിട്ടായിരിക്കാം. നെക്സ്റ്റ് വൺ, മീഡിയം വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മീഡിയം വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ്സ് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ജനറലി വർക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. സോ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ സ്മോൾ കൺസ്ട്രക്ഷൻ പർപ്പസസ്. നെക്സ്റ്റ് വൺ, ഹൈലി വർക്കബിൾ കോൺക്രീറ്റ്. ദേ ആർ ദി സൂപ്പർ ഓർ ദ മോസ്റ്റ് അഡ്വാൻറ്റേജിയസ് വൺ. ഏറ്റവും കൂടുതൽ മെറിറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ള കോൺക്രീറ്റ് ആണ് ഹൈലി വർക്കബിൾ കോൺക്രീറ്റ്. ഫിഗേഴ്സിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സ്ലം ടെസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. വർക്കബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്ലം ടെസ്റ്റ്. സ്ലം ടെസ്റ്റ് വെച്ചിട്ട് സ്ലം കോണിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് വർക്കബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ ഹൈലി വർക്കബിൾ കോൺക്രീറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. ദ ഫസ്റ്റ് വൺ ഇസ് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ വർക്കബിൾ എന്ന് പറയാം. വാട്ടർ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാലും വർക്കബിലിറ്റി തീരെ ഇല്ല എന്ന് പറയാം. സോ ദർ ഈസ് എൻ ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ്. വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ നമ്മൾ പഠിച്ചു 0.4 ആണ് ഒപ്റ്റിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ. സോ വാട്ടർ കണ്ടന്റ് ക്യാൻ ഓൾസോ ബി ഡിറൈവ്ഡ് ഫ്രം ദാറ്റ്. Next, mix proportion, then size of aggregates, shape of aggregates, surface texture of aggregates, grading of aggregates, use of admixtures. Admixtures എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് ടൈം ആക്സിലറേറ്റ് ചെയ്യാനും റീറ്റാർഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽ കോമ്പോസിറ്റ്സിനെയാണ് admixtures എന്ന് പറയാം. മിക്സ് പ്രപ്പോർഷൻസ് നമുക്കറിയാം. M15 എന്ന് പറയുമ്പോൾ 1:1, 1.5:3. M25 ആകുമ്പോൾ 1:2. അങ്ങനെ മിക്സ് പ്രപ്പോർഷൻസ് ആർ ഡിഫറെൻറ്റ്. നെക്സ്റ്റ്, മെഷർമെൻറ്റ് ഓഫ് വർക്കബിലിറ്റി. സോ ഐ ഹാവ് ഓൾറെഡി സെറ്റ് വർക്കബിലിറ്റി ക്യാൻ ബി മെഷർഡ് ഫ്രം സ്ലം ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ്, കോമ്പാക്റ്റിംഗ് ഫാക്ടർ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. മോസ്റ്റ് കോമൺലി നമ്മൾ ലാബിലൊക്കെ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് സ്ലം ടെസ്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് കോൺക്രീറ്റ്. നമുക്ക് 7 സ്റ്റേജസ് ആയിട്ട് കോൺക്രീറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്യാം. ബാച്ചിങ്, മിക്സിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, പ്ലേസിംഗ്, കോമ്പാക്റ്റിംഗ്, ക്യൂറിംഗ് ആൻഡ് ഫിനിഷിംഗ്. ബാച്ചിങ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് അതിൻ്റേതായിട്ടുള്ള പ്രപ്പോർഷനിൽ കളക്ട് ചെയ്ത് കൊടുന്ന് വയ്ക്കുന്നതിനെയാണ് നമ്മൾ ബാച്ചിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, മിക്സിംഗ്.
ഓരോ ബാച്ചിങ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസിനെയും വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതിനെയാണ് മിക്സിംഗ് എന്ന് പറയാം. മിക്സിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഫൈൻ സാൻഡ് അല്ലെങ്കിൽ ഫൈൻ അഗ്രഗേറ്റ് നമ്മളൊരു ഹീപ്പായിട്ട് പ്ലേസ് ചെയ്യും. എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി, അതിനുശേഷം അതിലോട്ടൊരു ചെറിയ കുഴി അല്ലെങ്കിൽ ചെറിയൊരു പിറ്റ് ഫോം ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ സിമെൻറ്റ് ആഡ് ചെയ്യും ഇൻ കറക്റ്റ് പ്രപ്പോർഷൻ. അത് റോ മെറ്റീരിയൽസ് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കോഴ്സ് അഗ്രഗേറ്റ്സ് ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു? ഫൈൻ അഗ്രഗേറ്റ്, സിമെൻറ്റ്, കോഴ്സ് അഗ്രഗേറ്റ്. ഇതിനെയാണ് നമ്മൾ ഡ്രൈ റോ മെറ്റീരിയൽസ് എന്ന് പറയുക. ഇത് നന്നായിട്ട് തറവായി മിക്സ് ചെയ്തതിന് ശേഷം വി ആർ ആഡിങ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് എ വെറ്റ് റോ മെറ്റീരിയൽ ആണ് വാട്ടർ. നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ടിങ്. ചില കൺസ്ട്രക്ഷനിൽ കോൺക്രീറ്റ് വേറെ ഏതെങ്കിലും സൈറ്റിൽ ആയിരിക്കില്ല ചിലപ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുക. ഏതെങ്കിലും ഫാക്ടറിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ട്രാൻസ്പോർട്ട് ചെയ്തിട്ടായിരിക്കും കറക്റ്റ് സൈറ്റിൽ കൊടുത്തിട്ട് പ്ലേസ് ചെയ്യുക. സോ ട്രാൻസ്പോർട്ടിങ് ഹാസ് വെരി മച്ച് ഇമ്പോർട്ടൻസ്. ഡ്യൂറിങ് ട്രാൻസ്പോർട്ടിങ് ഇറ്റ് ഷുഡ് നോട്ട് ഒക്കർ ബ്ലീഡിംഗ് ഓർ എനി segregation. Next, placing. The concrete should be placed in a good manner in the formwork. Formwork place ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് നമ്മൾ അതിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന വോയിഡ്സ് അല്ലെങ്കിൽ എയർ ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് തറോ ആയിട്ട് കോമ്പാക്ട് ചെയ്യും. ടാമ്പിംഗ് റോഡ്സ് അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മോസ്റ്റ്ലി കോമ്പാക്റ്റിംഗ് നടക്കുന്നത്. അറ്റ് ലാസ്റ്റ് ദ ക്യൂറിംഗ് പ്രോസസ്. ക്യൂറിംഗ് പ്രോസസ് മെയിൻലി 3 days, 7 days, 28 days ആയിട്ടാണ് ക്യൂറിംഗ് പ്രോസസ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സ്മോൾ സ്ട്രക്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 days ഒക്കെ മതി. ചിലത് ബീംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ the minimum 7 days is required, and for the whole structure 28 days strength is very much important. അതായത് 28 days തന്നെ നമ്മൾ ക്യൂറിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ട ചില കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അറ്റ് ലാസ്റ്റ് ഫിനിഷിംഗ് മീൻസ് കൂടുതൽ എക്സ്ട്രാ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷൻസൊക്കെ ചിസലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയും. അങ്ങനെയുള്ളതിനെയാണ് ഫിനിഷിംഗ് എന്ന് പറയുക. സോ ദ മാനുഫാക്ചർ പ്രോസസ് ഓഫ് കോൺക്രീറ്റ് ഇസ് divided into 7 stages. Next, let us see some questions related to this concrete. First one, the workability of concrete can be improved by. The workability can be improved by adding more cement, but it should not exceed a limit. It should be within the mixed proportion limit. Next one, what is the compaction factor for low degree of workability? It is 0.85. Next, the minimum water content or the minimum water to cement ratio for cement concrete to hydrate. It is 0.38. Next one, initial setting time of cement is increased by adding calcium sulfate admixture is add ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം നമുക്ക് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞത് കൂട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കും. Next one, the lower the water cement ratio in concrete produces more density, small creep and shrinkage and also more bond. ഇതിൽ 4 ഓപ്ഷൻസും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. PSC ഈ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ തന്നിട്ട് മറ്റുള്ള ഓപ്ഷൻസ് റോങ് ആയി തരികയാണെന്നുണ്ടെങ്കിൽ we should opt to the correct one. Next one, split tensile strength of concrete can be determined by. The answer is cube test. Okay. Next question, the accumulation of water on this outer surface of concrete is called as, it is bleeding. Water മുകളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട് ഡ്യൂ ടു സെറ്റിൽമെന്റ് ഓഫ് ഹൈ ഡെൻസിറ്റി മെറ്റീരിയൽ. നമുക്കറിയാം കോൺക്രീറ്റിൽ ഹൈ ഡെൻസിറ്റി മെറ്റീരിയൽസ് ആയിരിക്കും വാട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫൈൻ അഗ്രഗേറ്റും കോഴ്സ് അഗ്രഗേറ്റും. സോ അത് താഴേക്ക് പോയി വെള്ളം മുകളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെയാണ് ബ്ലീഡിങ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ which of the property of aggregate is not desirable? The answer is angular shape. അഗ്രിഗേറ്റ്സിൻ്റെ ഷേപ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആംഗുലാർ, ഫ്ലേക്കി, റൗണ്ട് ഷേപ്സ് ഒക്കെ പഠിച്ചു. ഇതിൽ ആംഗുലാർ ഷേപ്സ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാത്ത ഷേപ്സ് ആണ് ആംഗുലാർ ഷേപ്സ്. Next one, how does the strength of concrete differ with age of concrete? It increases. Next one, permanent dimension change due to loading is termed as, it is creep. Internal strain കാരണം കോൺക്രീറ്റിൽ വരുന്ന പെർമനന്റ് ഡയമെൻഷൻ ചേഞ്ചിനെയാണ് നമ്മൾ ക്രീപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. നെക്സ്റ്റ് വൺ,
Which admixture is used to improve workability? The answer is plasticizers. Next one, the bleeding is good to an extent if it occurs when concrete is plastic. Next one, M15 concrete is used for the foundation works. Foundation works നായിരിക്കും M15 concrete നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Our next section is steel. ഇപ്പോൾ മോസ്റ്റ്ലി കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനേക്കാൾ പകരം സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ദ സ്റ്റീൽ ഈസ് ഗുഡ് ഇൻ ടെൻഷൻ. കോൺക്രീറ്റ് ഈസ് ഓൺലി ഗുഡ് ഇൻ കംപ്രഷൻ ബട്ട് ദ സ്റ്റീൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ബോത്ത് കംപ്രഷൻ ആൻഡ് ടെൻഷൻ. ഏറ്റവും കൂടുതൽ ടെൻഷൻ തന്നെയാണ് സ്റ്റീൽ എടുക്കുന്നത് എങ്കിൽ കൂടി കോൺക്രീറ്റിൻ്റെ ഒരു 1/10 കംപ്രസീവ് സ്ട്രെങ്ത് സ്റ്റീൽ bear ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ withstand ചെയ്യും. So structural steel is a category of steel used for making construction materials in a variety of shapes. Many structural steel shapes like the form of an elongated beam having a profile or specific cross section. So the standard and commonly used structural steels are carbon steels, high strength low alloy steels, corrosion resistant high strength low alloy steels, quenched and tempered alloy steels, forged steel. Now, there are mainly 4 types of steel reinforcements used in concrete structures as per IS code. The first one is hot rolled deformed bars. Second one, mild steel plain bars. Third one, cold work steel reinforcement. Fourth one, pre-stressing steel. Now let us see the size of reinforcement that is adopted for each structures. Column footings-ന് 10 mm മുതൽ 12 mm വരെ സൈസ് ഉള്ള റീൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ബീംസിലേക്ക് വരുമ്പോൾ 12 mm 16 mm മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. മെയിൻ റീൻഫോഴ്സ്മെൻറ്റിന് 12 mm അല്ലെങ്കിൽ 16 mm റോഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് സ്റ്റീറപ്സിന് 8 mm to 6 mm വരെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ബാർസ് എന്ന് പറയുന്നത് 85%ഓളം മെയിൻ ബാർസ് ആയിരിക്കും. 15% മാത്രമാണ് സ്റ്റിറപ്സ് വരിക. പിന്നെ പ്ലിന്ത് ബീംസിനൊക്കെ 8 mm ഡയമീറ്റർ ആൻഡ് സ്റ്റിറപ്സ് ഓഫ് 6 mm. കോളംസ് 16 mm, 20 mm, 25 mm. ടൈസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 6 mm അല്ലെങ്കിൽ 8 mm മാത്രമാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ലിൻറ്റൽ ബീം ആകുമ്പോൾ 12 mm 16 mm ഡയമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. സിറപ്സിലേക്ക് 6 mm അല്ലെങ്കിൽ 8 mm മാത്രമാണ് യൂസ് ചെയ്യുക. സൺഷെയ്ഡ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 8 mm ആണ് മെയിൻ ബാർസ് വരുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവുമ്പോൾ 6 mm വരെ കൊടുക്കുന്നുണ്ട്. ഇനി 1 way സ്ലാബ് ആവുമ്പോൾ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് 8 mm ഡയമീറ്ററും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 6 mm ഡയമീറ്ററുമാണ് സാധാരണ കൊടുക്കാറ്. പിന്നെ 2 way സ്ലാബ് ആയിരിക്കുമ്പോൾ 8 mm തന്നെ ആയിരിക്കും അവിടുത്തെ മെയിൻ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ കാണാം. സോ നൗ ലെറ്റ് us see the steel sections. ജനറലി നമ്മൾ കാണുന്നത് സർക്കുലർ സെക്ഷൻസും സ്ക്വയർ സെക്ഷൻസും. സർക്കുലർ സെക്ഷൻസ് ആവുമ്പോൾ നമ്മൾ സ്റ്റീൽ റോഡ്സ് എന്ന് പറയും. സ്ക്വയർ സെക്ഷൻസ് ആവുമ്പോൾ സ്റ്റീൽ ബാർസ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. പിന്നെ ആംഗിൾ സെക്ഷൻസ്, ടി സെക്ഷൻസ്, ചാനൽ സെക്ഷൻസ് ഇതൊക്കെ സ്റ്റീലിൻ്റെ വെറൈറ്റീസ് ആണ്. സ്റ്റീൽ സെക്ഷൻസിൻ്റെ വെറൈറ്റീസ് ആണ്. ബിൽട്ടപ്പ് സെക്ഷൻസ് ഇതിൻ്റെ ഒപ്പം നമ്മൾ പഠിക്കും. അതായത് ചാനൽ സെക്ഷൻസിനെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മിറർ വൈസ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഐ സെക്ഷൻസ് കിട്ടും. അതിനെയൊക്കെയാണ് ബിൽട്ടപ്പ് സെക്ഷൻസ് എന്ന് പറയുക. So now let us see the major questions that is asking by PSC for the past years exams. So first one is the minimum thickness of a steel plate which is directly exposed to weather and it is not accessible for cleaning and repainting. It should be 8 mm. Next one, which section is most preferably used in places where torsion occurs? The answer is box type sections. Next one, the beam supporting the stair steps are called stringer. Next one, a compression steel member is upright called as a column. Next one, the most common shape of steel chimney, that is cylindrical shape. As per IS 459 1962, the overall width of AC sheet, it is 105 centimeter. Next one, the weight of mild steel, 7,900 kilogram per cubic.
The steel member subjected to primary tension is called as a tie. The minimum thickness of secondary steel member not exposed to directly weather. The answer is 4.5 mm. The modulus of elasticity of mild steel, it is 2 into 10 raised to 6 kg per centimeter square. The angle section of purlins can be designed by IS code if the flow slope is less than 30 degree. So, thank you.